ഇന്ന് ഒരു കഥയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പതിവിലും വിപരീതമായി എൻ്റെ സഹപാഠിയായിരുന്ന മഹാരാജാസ് കോളേജിലെ സഹപാഠിയായിരുന്ന മഞ്ജു ബാല എന്ന എൻ്റെ കൂട്ടുകാരിയുടെ ഓർമ്മതൻ വഴികളിലൂടെ അവളുടെ ഒരു ജീവിതയാത്ര, അതിൻ്റെ ഒരു റൈറ്റപ്പ് FB ഉണ്ടായിരുന്നു. അതെനിക്ക് എടുത്ത് അയച്ചു തന്നത് മറ്റൊരു സഹപാഠിയാണ്, സതി. അമ്മ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും കരുണയും നിറഞ്ഞ ഒരു പാഠം. അമ്മയുടെ സ്നേഹവാത്സല്യത്തെ അനുഭവിക്കാതെ പിറന്നു വീണ ഒരു കുഞ്ഞു പോലും, ഒരു ജീവി പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മഞ്ജുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പാണ് ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത്. കേൾക്കൂ. അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇത് മഞ്ജുവിനും എൻ്റെ പ്രിയ കൂട്ടുകാരി സതിക്കും വേണ്ടി സമർപ്പിക്കുന്നു. വരൂ, ഞാൻ വായിക്കാം. കേൾക്കണ്ടേ? പുത്തൻകാവ് മില്ലുങ്കൽ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടതിൽ പിന്നെ കനവിലേക്കുള്ള യാത്ര മുറിഞ്ഞപുഴ, ചെമ്പ്, ടോൾ, മറവൻ തുരുത്ത് വഴിയായി. അമ്മയുടെ വീട് മറവൻ തുരുത്തിലാണ്. ടോളിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മറവൻ തുരുത്തിലേക്കുള്ള വഴിയാണ്. അര ഫർലോങ് ഓടിക്കഴിഞ്ഞാൽ വലതുവശത്ത് പാടങ്ങളും. നെൽകൃഷി ചെയ്തിരുന്ന ആ പാടങ്ങളിൽ കൃഷിയല്ലാത്ത സമയങ്ങളിൽ നോക്കെത്താ ദൂരത്തോളം താമരപ്പൂകൾ വിടർന്നു നിന്നിരുന്നു. ഇപ്പോൾ നെല്ലുമില്ല, താമരയുമില്ല. പാടം മുഴുവൻ കളകൾ നിറഞ്ഞ് കാട് മൂടിക്കിടക്കുന്നു. ഇന്ന് അതുവഴി കടന്നു പോകുമ്പോൾ മനസ്സ് നൊമ്പരം കൊണ്ട് നീറി. അമ്മ പോയതിൽ പിന്നെ ആദ്യമായാണ് ഈ വഴികളിലൂടെ. കണ്ണീർ പാടയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വണ്ടി പഞ്ഞപ്പാലത്തിനടുത്ത് എത്തിയിരിക്കുന്നു. പണ്ട് പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ച പാലമായിരുന്നു. പുഴയ്ക്ക് മീതെ ഇത്രയും വീതിയുള്ള തടിപ്പാലം മറ്റെവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ തടിപ്പാലം മാറ്റി കോൺക്രീറ്റ് പാലമാണ്. പക്ഷെ പേരിന് മാറ്റമില്ല, പഞ്ഞിപ്പാലം. പാലത്തിലേക്കുള്ള ചെറിയ കയറ്റത്തിന് വലതുഭാഗത്തുണ്ടായിരുന്ന അന്നക്കുട്ടിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവർ ഇപ്പൊ എവിടെയാവാം? വൃത്തിയോടെയും വെടിപ്പോടെയും സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ വീട്ടിലേക്ക് ഒരിക്കൽ അമ്മയുടെ കൂടെ കയറി ചെന്നത് ഓർമ്മ വന്നു. ബാല്യകാല സഖിയായിരുന്ന അന്നക്കുട്ടിയോട് അമ്മ ഇന്നലെ കണ്ടു പിരിഞ്ഞ മട്ടിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വീടിന് മുന്നിൽ 2 ചെറുതോടുകളിൽ നിറയെ താമരപ്പൂവുകൾ. അന്നക്കുട്ടി തോട്ടിൽ നിന്ന് നീണ്ട തണ്ടോടുകൂടി കുറച്ച് പൂവുകൾ എനിക്ക് പറിച്ചു തന്നു. തോട്ടിൽ മാത്രമല്ല, ആ പരിസരത്തുള്ള പാടങ്ങളിലും താമരപ്പൂക്കൾ നിറഞ്ഞു നിന്നിരുന്നു. അതുവരെ ഞാൻ താമരപ്പൂവുകൾ കണ്ടിരുന്നില്ല. പെരുമ്പളത്ത് വെളുത്ത അമ്പൽപ്പൂവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വണ്ടി പാലമിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായി അമ്മയുടെ വീട്ടിലേക്കുള്ള വഴി. പഴയതിലും വീതിയുണ്ട് വഴിക്കിപ്പോൾ. വഴികളിലൂടെയൊക്കെ ഉല്ലാസഭരിതയായി ഓടി നടന്നിരുന്ന സുന്ദരിയായ ഒരു ബാലികയെ ഓർത്തു. കൗമാര കൗതൂഹലങ്ങളോടെ അരക്കെട്ടുവരെ നീണ്ടു കിടക്കുന്ന ചെറുതായി ചുരുണ്ട മുടിയുമായി സ്വപ്നം കണ്ട് നടന്നിരുന്ന പാവാടക്കാരിയെ ഓർത്തു. യൗവനാരംഭത്തിൽ തന്നെ വിവാഹിതയായി ഭർത്താവിന്റെ കൈയും പിടിച്ച് ആഹ്ലാദത്തോടെ നടന്നുപോയ ഇളം യുവതിയെ ഓർത്തു. എത്ര പ്രിയങ്കരങ്ങളായ ഇടങ്ങളെല്ലാം വിട്ടിട്ടാണ് ഓരോ സ്ത്രീയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വഴികളും പാടങ്ങളും പുഴയും ഇവിടെയുള്ള മനുഷ്യരുമെല്ലാം അമ്മയ്ക്ക് എത്രമാത്രം പ്രിയങ്കരങ്ങളായിരുന്നിരിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങി. വല്ലപ്പോഴും മാത്രം സ്വന്തം വീട്ടിലേക്ക് പോകുമായിരുന്ന അമ്മയുടെ യാത്രകളെ എത്രമാത്രം ഇഷ്ടക്കേടോടെയാണ് ഞാൻ നോക്കിക്കണ്ടിരുന്നത്. അമ്മ ഇടയ്ക്കിടെ എന്തിനാണ് മറവൻ തുരുത്തിൽ പോകുന്നതെന്ന് ദേഷ്യത്തോടെ ചിന്തിച്ചിരുന്നു. വീട്ടിൽ അമ്മയില്ലാതാകുന്ന കുറച്ചു മണിക്കൂറുകൾ പോലും അത്രമേൽ അസഹ്യമായിരുന്നു. വീടെന്നാൽ അമ്മ തന്നെയായിരുന്നു. അമ്മൂമ്മ മരിച്ചതിൽ പിന്നെ നാട്ടിലേക്കുള്ള അമ്മയുടെ വല്ലപ്പോഴുമുള്ള യാത്രകളുടെ ഇടവേളയും കൂടി വന്നു. വിവാഹിതയായി അന്യനാട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്ന സ്ത്രീ എത്ര സന്തോഷത്തോടെയാണ് സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അടുത്തേക്ക് തിരിച്ചെത്തുന്നത് എന്ന് അന്ന് അറിയുമായിരുന്നില്ല.
അമ്മയെ കാണാൻ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നും അറിയുമായിരുന്നില്ല. വിവാഹം വരെ കാത്തിരിക്കേണ്ടി വന്നു ആ തിരിച്ചറിവുകൾ ഉണ്ടാവാനായി. ഭാഗ്യവശാൽ എന്റെ വീടും പരിസരവും ഇപ്പോഴും എന്റേതും കൂടെയാണ്. പക്ഷേ അവിടേക്കുള്ള യാത്രകൾ ഇപ്പോൾ സന്തോഷകരമല്ല. പെരുമ്പളത്തെ വീടും പറമ്പും കായലും കാറ്റും ഓണവും വിഷുവും എല്ലാമായിരുന്നു ജീവിതത്തിന്റെ നിറവുകൾ. പക്ഷേ ഇപ്പോൾ അതെല്ലാം അമ്മയുടെ അസാന്നിധ്യം കൊണ്ട് നിറമില്ലാതായി തീർന്നു. അറിവില്ലായ്മ കൊണ്ട് ചിന്തിച്ചു പോയ തെറ്റുകൾ പൊറുക്കുക എന്ന് അമ്മയോട് ദിനവും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമ്മയ്ക്കത് മനസ്സിലാവും, വേറെ ആരും മനസ്സിലാക്കാൻ. അമ്മ ഈ ലോകം വിട്ട് യാത്ര തിരിച്ചിട്ട് 47 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഒരു പുതിയ ഫേസാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത ജീവിതമാണ് ഇനി അങ്ങോട്ട്. 33 വർഷങ്ങൾക്ക് പിറക് അച്ഛൻ പോയെങ്കിലും ആരും നിസ്സഹായരായി പോയിരുന്നില്ല. അമ്മയുണ്ടായിരുന്നു, ധൈര്യവും പിന്തുണയും ആത്മവിശ്വാസവും ഒക്കെയായി. പക്ഷേ ഇനി ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ചാണെങ്കിൽ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതോടെ അമ്മയുടെ ആത്മാവ് ഭൂമി വിട്ടു പോയിട്ടുണ്ടാവും. ഒരിക്കലും തിരികെ വരാത്ത യാത്ര. അമ്മ ചെറിയൊരു യാത്ര പോകുമ്പോൾ പോലും എത്ര അസ്വസ്ഥമാകാറുണ്ടായിരുന്നു മനസ്സ്. ഇനി അസ്വസ്ഥതയോ വിഷമമോ തോന്നിയിട്ട് കാര്യമില്ല. പണ്ട് ഞാൻ സ്കൂൾ കുട്ടിയായിരുന്ന കാലത്ത് 4-5 മാസങ്ങൾ കൂടുമ്പോൾ അമ്മ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോകും. അമ്മമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മമ്മയെ കാണാനും അതിനുശേഷം സഹോദരങ്ങളെ കാണാനും. രാവിലെ പോയാൽ ഉച്ച കഴിഞ്ഞ് 3-4 മണിയോടെ തിരിച്ചെത്തും. പക്ഷേ ഒരിക്കലും അമ്മ തനിയെയല്ല പോയിരുന്നത്. വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും എല്ലാം അമ്മയുടെ ഒപ്പം യാത്രയാകും. കൂടെ ആ വീടിൻ്റെ ജീവനും കൂടെ. 2 മണിയാകുന്നതോടെ തന്നെ വരുന്ന കടത്തുവള്ളങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിപ്പാണ് എൻ്റെ പണി. കാരണം വീടിൻ്റെ താൽക്കാലിക ചുമതല എനിക്കാണല്ലോ. താഴെയുള്ളവരുടെ ഭക്ഷണം, പശുവിന് സമയാസമയം പിണ്ണാക്ക്, വൈക്കോൽ, പുല്ല് എന്നിവ കൊടുക്കൽ, ചിലപ്പോൾ മെടഞ്ഞ ഓലകൾ, വിറക് എന്നിവ നിരത്തുക, മഴ വന്നാൽ തിരിച്ചെടുക്കുക, ഇങ്ങനെ ചെറുതും വലുതുമായി ധാരാളം പണികൾ. അമ്മ തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഇതിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നും വരാതിരിക്കാൻ കിണഞ്ഞു ശ്രമിച്ചാലും. സത്യത്തിൽ പ്രീതി സമ്പാദിക്കാൻ ഞാൻ അധികമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുമുണ്ടാകും. അമ്മ തിരിച്ചെത്തുന്നതോടെ വീട്ടിൽ വീണ്ടും ഉത്സാഹം നിറയും, വീടിന് ജീവൻ വയ്ക്കും. ഞാനും താൽക്കാലിക ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞ് സ്വസ്ഥമാകും. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നത് മാത്രമായിരുന്നില്ല ആശ്വാസം. അമ്മ ഉള്ളപ്പോൾ മാത്രമാണ് വീടിന് ഒരു നിറവുണ്ടായിരുന്നത്. അതില്ലാതെ വരുന്നത് എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അമ്മയുള്ളപ്പോഴും ഈ ജോലികളൊക്കെ ഞാനും അനുജന്മാരും ഒക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാം നിർദ്ദേശാനുസരണം മതി, ടെൻഷൻ വേണ്ട. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. ആകെ 6-7 മണിക്കൂറുകൾ മാത്രമാണ് അമ്മ മാറി നിൽക്കുന്നത്. അത് വലിയൊരു പ്രശ്നമായിരുന്നു അന്ന്. അമ്മ വീട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് പോകുന്ന പെൺമക്കൾ എത്ര സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് അമ്മമാരെ കാണാൻ പോവുക എന്ന് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും അന്നുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലേക്കുള്ള ഓരോ യാത്രയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര പോലെയാണെന്ന് അന്ന് അറിയാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് കഴിയുന്ന കാലമാണ് ജീവിതത്തിൻ്റെ വസന്തമെന്ന് അറിയുമായിരുന്നില്ല. കാരണം ആ വസന്തകാലത്തിലാണ് അന്ന് ഞാനുണ്ടായിരുന്നത്. അമ്മ എന്തിനാണ് ഇടയ്ക്കിടെ വീട്ടിൽ പോകുന്നത് എന്ന് മുഷിവോടെ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ വേദന തോന്നുന്നു. അമ്മമ്മയും മൂത്ത അമ്മാവനും മരിച്ചതോടെ അമ്മ വീട്ടിൽ പോകുന്നതിൽ വലിയ വിടവ് വന്നു. പഴയതുപോലെ ഇനിയും ഒന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യുമായിരുന്നു. അമ്മയില്ലാത്ത വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്ന് പോലും തോന്നുന്നില്ല. വീടെന്നാൽ അമ്മ എന്ന് കൂടിയാണ് അർത്ഥം. മറവി ബാധിച്ചിട്ടും അമ്മയുടെ യഥാർത്ഥ സ്വത്വത്തിൽ അല്ലാതെ ഇരുന്നിട്ടും അമ്മ ജീവിച്ചിരിക്കുന്നത് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്രേരണയായിരുന്നു. 2-3 വർഷങ്ങളായി എല്ലാ ഞായറാഴ്ചകളും ഏറ്റവും തിരക്ക് പിടിച്ചതായി. എല്ലാ ജോലികളും തീർത്തിട്ട് വേണമായിരുന്നു അമ്മയെ കാണാൻ പോകാൻ. അവിടെ ചെല്ലുന്നു, കാണുന്നു, ഉടൻ മടങ്ങുന്നു. എന്നാലും ഒരാഴ്ചത്തേക്ക് ഒരാശ്വാസമുണ്ടാകും. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഒരാൾ മരിക്കുമ്പോൾ മരണവീട് അറിയിക്കാനെങ്കിലും ഒരു മകൾ ഉണ്ടായിരിക്കേണ്ടതിനെക്കുറിച്ച്. പക്ഷേ മകളായിരുന്നിട്ടും
ഞാൻ ആർത്തലച്ചു കരഞ്ഞില്ല. മരണവീടാണെന്ന് ആളുകളെ അറിയിക്കാനുള്ള ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞ അമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിച്ചില്ല. തലേ രാത്രിയും അമ്മയെ ഓർത്ത് ഉറങ്ങാൻ കഷ്ടപ്പെട്ട ഞാൻ പകരം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആകുലതകളും വേദനകളും നീങ്ങി മനസ്സ് ശൂന്യമായി തീർന്നു. ഇനി അമ്മയെ ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല എന്ന ആശ്വാസമാണോ എന്നറിയില്ല. ഈയിടെയായി അമ്മയ്ക്ക് ഒരു പനി വന്ന് അവശത വരുമ്പോൾ പോലും സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞു. അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പോൾ സങ്കടം സഹിക്കാതെ കരഞ്ഞ നഴ്സുമാർക്ക് ഉപദേശിക്കാൻ അവസരം കൊടുത്തു. ഇത്രയും പ്രായമായില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും വേദനയുണ്ടാകുന്നത്, അസ്വസ്ഥത ഉണ്ടാകുന്നത് എല്ലാം എന്നെ സങ്കടപ്പെടുത്തി. രാത്രികളിൽ ഉറങ്ങാൻ നേരം അമ്മയുടെ അവസ്ഥ എന്തെന്നോർത്ത് വ്യാകുലപ്പെട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോഴൊക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രാത്രികളിൽ അമ്മയെ സ്വപ്നം കണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും അണ്ണന് ഫോൺ ചെയ്ത് അമ്മ എങ്ങനെ എന്ന് അന്വേഷിച്ച് അണ്ണൻ്റെ ഉറക്കം കെടുത്തി. പക്ഷേ അമ്മ മരിച്ചപ്പോൾ കരച്ചിൽ വന്നില്ല. എല്ലാ കരച്ചിലുകളും മുമ്പേ തന്നെ തുടങ്ങി അവസാനിച്ചു പോയതുപോലെ. എന്നിട്ടും ജീവന്റെ തുടിപ്പ് മാഞ്ഞ അമ്മയുടെ കൈകളിൽ പിടിച്ച് ഞാൻ കരഞ്ഞു. അത് പക്ഷേ അമ്മയില്ലാതായി പോയ എന്നോട് തന്നെ തോന്നിയ കരുണ കൊണ്ടായിരുന്നു. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം തേടാനുള്ള അവസരം എന്നേക്കും ഇല്ലാതായി പോയ എന്നോട് തോന്നിയ അനുകമ്പ കൊണ്ടായിരുന്നു. പക്ഷേ 40 വർഷം ഉറങ്ങാൻ നേരം ഉരുവിട്ട് മന്ത്രം ചൊല്ലുന്നത് പോലെ ഉറച്ചുപോയ ഭഗവാനെ, എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നൽകണേ എന്ന പ്രാർത്ഥന മാത്രം അമ്മ മടക്കമില്ലാത്ത യാത്ര പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മാറ്റാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ നിന്ന് അച്ഛനെ കളയാൻ വർഷങ്ങൾ എടുത്തു. അമ്മയും അതുപോലെ പോകുമായിരിക്കും. ഭഗവാനുണ്ടോ ഇല്ലയോ എന്നതൊന്നും തർക്ക വിഷയമായില്ല ഒരിക്കലും. പ്രാർത്ഥന അതൊരു ആശ്വാസമാണ് എപ്പോഴും. അതുവരെ മരിച്ചവരുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ക്ഷമിക്കട്ടെ. തിരിച്ചറിവുകൾ എപ്പോഴും വൈകിയാണ് സംഭവിക്കുക. അതിനാൽ തന്നെ വൈകി കിട്ടിയ ആ വെളിപാടുകൾ പ്രായോഗിക തലത്തിലേക്ക് ഒരിക്കലും എത്തില്ല. ടൈം മെഷീൻ നിലവിലില്ലാത്തതിനാൽ ഈ തിരിച്ചറിവുകൾ പലപ്പോഴും വേദനകൾ മാത്രമാണ് അവശേഷിപ്പിക്കുക. ഭൂതകാലത്തിലേക്ക് ഒരു നിമിഷം മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്ത ആരാണുണ്ടാവുക? ഒരിക്കൽ ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അമ്മയുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷമുള്ളതാക്കിയേനെ. അമ്മ മറവിയുടെ ലോകത്തേക്ക് പോയതിൽ പിന്നെയാണ് അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അതുവരെ അമ്മയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴും നല്ല ധൈര്യവും സ്ഥൈര്യവുമുള്ള ആളായിട്ടാണ് ജീവിതത്തിൽ ഉടനീളം അനുഭവപ്പെട്ടത്. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യാകുലതകൾ ഉള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല. ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോരുന്നത് ഒരുപക്ഷെ മക്കൾ അറിഞ്ഞു പോലുമില്ല. പക്ഷേ ഈയിടെയാണ് അമ്മ അകമേ അനുഭവിച്ചിരിക്കാവുന്ന ഏകാന്തതയെക്കുറിച്ച്, നിസ്സഹായാവസ്ഥയെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വയോജന ദിനത്തിൻ്റെ അന്നാണ്. ഒരു ശസ്ത്രക്രിയയും കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന അമ്മയുടെ അടുത്ത് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അമ്മ പാടിത്തന്നിട്ടുള്ള താരാട്ട് പാട്ടുകൾ അമ്മയെ ഉറക്കാൻ തന്നെ പാടേണ്ടി വരുന്നത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. എങ്കിലും അമ്മയ്ക്ക് ഇടുപ്പെല്ലിന് ഓപ്പറേഷൻ വേണ്ടി വന്നു. കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമൊന്നും അമ്മയ്ക്കറിയില്ല. പക്ഷേ അത് സംബന്ധമായ അസ്വസ്ഥതകളും എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയും അമ്മയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. വളരെ നിസ്സഹായതയോടെ ആശ്രയത്തിനെന്നോണം എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, എൻ്റെ അടുത്തിരിക്കും. കയ്യും പിടിച്ച് അടുത്തിരുന്ന് ഞാൻ വെറുതെ ഓരോ പാട്ടുകൾ മൂളിക്കൊണ്ടിരുന്നു. പൊടുന്നനെ അമ്മ പറഞ്ഞു, അച്ഛൻ ഇന്നും വന്നില്ല. കേട്ടതും മനസ്സിലൊരാന്തൽ പൊങ്ങി. 32 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതയാത്ര അവസാനിച്ച് കടന്നുപോയ അച്ഛൻ്റെ കാര്യമാണ്. ആ നിമിഷത്തിൽ അമ്മ 40ഓ 50ഓ വർഷം പുറകിലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഏതാണ്ട് 10 വയസ്സ് ആകുന്നത് വരെയായിരുന്നു അച്ഛൻ സ്ഥിരം വീട്ടിലില്ലാതിരുന്ന കാലം. ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ വരിക. കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടായ ദിവസത്തെയോ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായ്ക തോന്നിയ ദിവസത്തെയോ ഓർമ്മയിലാവാം അമ്മയുടെ ആത്മകഥം ഉറക്കെയായത്. അച്ഛൻ ഇന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കും. എന്തെങ്കിലും കാര്യസാധ്യത്തിനായി അമ്മ പ്രാർത്ഥിച്ച് കേട്ടിരുന്നില്ല ഓർമ്മയുള്ള കാലത്ത്. കുഞ്ഞുങ്ങളറിയാതെ മനസ്സിൽ സൂക്ഷിച്ച ആകുലതയുടെ വേവ് അമ്മയുടെ മുഖത്തും ശബ്ദത്തിലും ഉണ്ടായിരുന്നു. ശബ്ദത്തിൽ നിറഞ്ഞ ഇൻസെക്യൂരിറ്റി ഞാൻ അനുഭവിച്ചു.
ഒന്നിനെയും പേടിയില്ലാത്ത അതിധൈര്യവതിയായ അമ്മയുടെ തണലിൽ വളർന്നിരുന്നതുകൊണ്ട് ഭൂതപ്രേത പിശാചുക്കളെ ചൊല്ലിയുള്ള അനാവശ്യ പേടികളല്ലാതെ മറ്റൊന്നും എന്നെ അലട്ടിയിരുന്നില്ല. അച്ഛൻ വീട്ടിലുള്ളതും ഇല്ലാത്തതും അതുകൊണ്ട് പ്രശ്നവുമായിരുന്നില്ല. അതിനാൽ തന്നെ ഇന്നും വന്നില്ല എന്ന ഊന്നൽ എന്നെ വേദനിപ്പിച്ചു. മക്കളറിയാത്ത, അവരോട് പറയാൻ കഴിയാത്ത അച്ഛൻ വരുമ്പോൾ പങ്കുവയ്ക്കേണ്ടതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട ഒരു രാത്രിയുടെ ഓർമ്മയിലാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന ആദിയുടെ ഓർമ്മയിലാണ് ഇന്നും വന്നില്ല എന്ന വാക്കുകൾ പുറപ്പെട്ടത് എന്നോർത്ത് ഞാൻ അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചു. ചിലപ്പോൾ അവധിയായിട്ടും വീട്ടിലെത്താതിരുന്ന അച്ഛൻ്റെ പ്രവൃത്തിയും അമ്മയെ ദുഃഖിപ്പിച്ചിരിക്കാം എന്നും ഞാൻ ഓർത്തു. സാമുദായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലുടനീളവും പലപ്പോഴും വിജയവാഡ വരെയും നീണ്ടിരുന്ന യാത്രകൾ എല്ലാം അച്ഛൻ്റെ അനിവാര്യമായ കർത്തവ്യവും അമ്മയെ സംബന്ധിച്ച് അനാവശ്യവുമായിരുന്നിരിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ നാളെ വരുമായിരിക്കും അമ്മേ, ചാർജ് കൈമാറാൻ ആളെ കിട്ടിക്കാണില്ല. അമ്മ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. ആ സംഗതി വളരെ കൺവിൻസിംഗ് ആയി തോന്നിയത് കൊണ്ടോ എന്തോ അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിമിഷം മുതൽ അത് എൻ്റെ വേദനയായി തീർന്നു. 5ഉം 1ഉം വയസ്സായ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആലുവ നഗരത്തിന് നടുക്ക് തനിയെ കഴിച്ചുകൂട്ടിയിരുന്ന കാലം എനിക്ക് എളുപ്പത്തിൽ മറക്കാവതല്ല. കാസർഗോഡ് നിന്ന് ഷാജി എത്തുന്ന ശനിയാഴ്ച രാത്രി മാത്രമാണ് സ്വസ്ഥമായി ഉറങ്ങിയിരുന്നത്. അമ്മയെക്കുറിച്ച്, അമ്മയുടെ ജീവിതത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് എല്ലാം ചിന്തിച്ചു തുടങ്ങി. കായലോരത്തെ ഒറ്റപ്പെട്ട വീട്ടിൽ എത്ര ഏകാന്തമായിട്ടാണ് കഴിഞ്ഞ 20 വർഷങ്ങളായി അമ്മ ജീവിച്ചിരുന്നതെന്ന് ഓർത്ത് ഉള്ളു പൊള്ളി. നിറയെ ആളുകളുണ്ടായിരുന്ന ശബ്ദമുഖരിതമായ ഒരു വീട്ടിൽ പകൽ മുഴുവൻ തനിയെ കഴിച്ചു കൂട്ടേണ്ടി വരുമ്പോൾ അവർക്കൊരിക്കലും വർത്തമാനകാലത്തിലാകാൻ കഴിയുകയില്ല. നിശബ്ദമായ വർത്തമാനകാലത്തേക്കാൾ ശബ്ദമുഖരിതമായ സന്തോഷഭരിതമായ ഭൂതകാലമാണ് നല്ലതെന്ന് ചിന്തിച്ച് അമ്മ സ്വയമേ പുറകോട്ട് നടന്നാണോ പുതിയതെല്ലാം മറന്നു തുടങ്ങിയത്. ആഴ്ചയിലൊരിക്കൽ വീട്ടിലെത്തുമ്പോഴും പറയും, നീ വേഗം പൊയ്ക്കോ, കുഞ്ഞുങ്ങൾ തനിയല്ലേ, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ പോകണ്ട, സന്ധ്യയ്ക്ക് മുമ്പേ പൊക്കോ. കർത്തവ്യബോധമാണ് എന്നും അമ്മയെ നയിച്ചിരുന്നത്. ഇപ്പോൾ അമ്മയെ സംബന്ധിച്ച് മറവി ഒരു അനുഗ്രഹമായി തീരുകയാണ്. മക്കളാരും അടുത്തില്ല എന്ന ദുഃഖം അലട്ടുകയില്ലല്ലോ. പക്ഷേ മറവിയില്ലാത്തത് എനിക്ക് ബുദ്ധിമുട്ടായി തീർന്നു. എനിക്ക് ചില സമയം ആർത്തലച്ച് കരയാൻ തോന്നും. ജോലിയുടെ ഭാഗമായി കായലോരങ്ങളിലെ സൈറ്റുകളിൽ പോകുമ്പോഴാണ് ഞാൻ എപ്പോഴും പഴയ കാലങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുക. മധ്യാഹ്നങ്ങളിൽ പ്രത്യേകിച്ച് കായൽ കാഴ്ചകൾ എപ്പോഴും വീടിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. മങ്ങിയ നിറത്തിൽ കാണപ്പെടുന്ന കായൽക്കരയിലെ ഉച്ചസമയത്തെ സ്തബ്ധമായ പ്രകൃതിയിലേക്ക് ചിന്തകൾ പായും. അമ്മ ഈ സമയത്ത് എന്തു ചെയ്യുകയാവും എന്നൊക്കെ ചിന്തിച്ച് ഖിന്നയായി ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അകലേക്ക് തെന്നി നീങ്ങും. കണ്ണീരൊറിയുന്നത് കൂടെയുള്ളവർ കാണാതെ ശ്രദ്ധിക്കും. ധൈര്യവതിയായ AEE കരയുന്നത് മറ്റുള്ളവർ കാണുന്നത് മോശമാണ്. എല്ലാ തിരിച്ചറിവുകളും ഉണ്ടായ സമയത്ത് അതുകൊണ്ട് ഒരു കാര്യവുമില്ലാതെയായി. ചില തിരിച്ചറിവുകൾ പലപ്പോഴും വേദനയാണ് സമ്മാനിക്കുക. സമയത്തിലൂടെ ഒന്ന് തിരിച്ചു നടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന പ്രാർത്ഥന മാത്രമാണ് ഇനി ചെയ്യാൻ കഴിയുന്നത്. ലോകത്തിലെ സകല അമ്മമാർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. എത്ര മനോഹരവും സ്നേഹം തുളുമ്പുന്നതുമായ വരികളാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളിലൂടെ മഞ്ജു പങ്കുവച്ചിരിക്കുന്നത്. അതിലൂടെ കണ്ണോടിക്കുമ്പോൾ കണ്ണീര് വീണ് വരികൾ മങ്ങാതിരിക്കാൻ എൻ്റെ മനസ്സിനെയും ഞാൻ അടക്കി വച്ചിരിക്കുകയായിരുന്നു. മഞ്ജു, ഒരുപാട് സന്തോഷം. ഈ ഓർമ്മക്കുറിപ്പുകൾ നമ്മളെയും കൂടെ നമ്മുടെ പഴയ കാലങ്ങളിലേക്ക്, ഓരോരുത്തരെയും, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും പഴയ കാലങ്ങളിലേക്ക് എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു ദിവസം വേറൊരു കഥയുമായി ഞാൻ വീണ്ടും മുന്നിലേക്ക് എത്താം. നന്ദി, നമസ്കാരം.